നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോട്ടയം ജില്ലയിൽ ഊർജിതമായി പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 9 നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ 14,98,824 വോട്ടർമാരാണുള്ളത്. വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ മാർച്ച് 23 വരെ അവസരമുണ്ട്. ആകെ 1791 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമായി വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താം. ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിനായി മാർച്ച് 19-നകം ഫോം പൂരിപ്പിച്ച് നൽകണം. നമ്മുടെ ജില്ലയിൽ നമുക്ക് ടോട്ടൽ 1791 പോളിംഗ് ബൂത്ത് ആണ്. ഔട്ട് ഓഫ് ദീസ് 1791 ബൂത്ത്സ് നമുക്ക് 9 ബൂത്ത്സ് വുമൻക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് മേടിക്കാം. എല്ലാ ബൂത്തിൽ നമുക്ക് ഗ്രീൻ പ്രോട്ടോകോൾ നമുക്ക് ഫോളോ ചെയ്യാം, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ. അതിനുശേഷം നമ്മുടെ ജില്ലയിൽ മെയിൻ പവർ സഫിഷ്യൻറ്റ് അവൈലബിൾ ആണ്. ഏകദേശം 15,000 മെയിൻ പവറിൻ്റെ നമുക്ക് റിക്വയർമെൻറ്റ് വരും. സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് മെയിൻ പവർ നമുക്ക് അവൈലബിൾ ഉണ്ട്. ഈ രീതിയിൽ പോലെ നമ്മുടെ ജില്ലയിൽ ഓൾറെഡി FLC ചെയ്തത്, ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ചെയ്തത് സഫിഷ്യൻറ്റ് മെഷീൻ നമ്മുടെ കയ്യിലുണ്ട്. ECIയുടെ പ്രോട്ടോകോൾ പ്രകാരം 125% കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് ആൻഡ് 135% VVPAT ഓൾറെഡി ജില്ലയിൽ അവൈലബിൾ ആണ്. NCC എൻഫോഴ്സ്മെന്റ് സംബന്ധിച്ച് നമുക്ക് എല്ലാ നമ്മുടെ ടീംസ് നമുക്ക് ഓൾറെഡി ഫീൽഡിൽ ഡിപ്ലോയ് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് ടീമാണ് സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, SSTs. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 3 ടീമാണ്. ഈ രീതിയിൽ പോലെ ടോട്ടൽ 27 ടീമാണ്. അതൊരു ഫിക്സ് പോയിന്റിൽ നമുക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സസ്പെക്റ്റഡ് ഐറ്റമിൻ്റെ ചെക്കിംഗ് ചെയ്യുന്നു ആൻഡ് ഓവറോൾ സൂപ്പർവിഷൻ ചെയ്യുന്നു. എന്തെങ്കിലും MCCയുടെ കംപ്ലൈൻറ്റ് നമുക്ക് ഈ CVGIL ആപ്പ് വഴി കിട്ടുമ്പോൾ വിതിൻ 100 മിനിറ്റ്സിൽ നമുക്ക് അത് ഫൈനലായിട്ട് നമുക്ക് തീർപ്പാക്കണം. അത് മാൻഡേറ്റ് ആണ്. ഓൾറെഡി കുറച്ച് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ആൻഡ് വിതിൻ ദ ടൈം നമുക്ക് ഓൾറെഡി ഡിസ്പോസ് ചെയ്തത്. സോ SST ടീംസ് ആർ ദെയർ ആൻഡ് അതിനൊപ്പം നമ്മുടെ ഫ്ലൈയിങ് സ്ക്വാഡ്സ് ഉണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 3 ഫ്ലൈയിങ് സ്ക്വാഡ്സ് ആണ്. സോ അദ്ദേഹം വേറെ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി ജില്ലയിൽ 15,000 ജീവനക്കാരെയാണ് നിയോഗിക്കുക. ഇതിൽ 8,605 പേർ പോളിംഗ് ജോലികളും 6,500 പേർ അനുബന്ധ ജോലികളുമാണ് നിർവഹിക്കുക. വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ മാർച്ച് 19 നടക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് 17 നോഡൽ ഓഫീസർമാരെയും അവർക്ക് കീഴിൽ ജീവനക്കാരെയും നിയോഗിച്ചു. കോട്ടയം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുടെ ഉള്ളടക്കം നിരീക്ഷിക്കുന്നതിനായി MCMCക്ക് കീഴിൽ പ്രത്യേക നിരീക്ഷണ വിഭാഗം 24 മണിക്കൂറുമുണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ബൂത്തുകൾ സ്ത്രീകൾ നിയന്ത്രിക്കുന്ന സ്ത്രീ സൗഹൃദ ബൂത്തുകളായിരിക്കും. ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും എല്ലാ ബൂത്തുകളുടെയും പ്രവർത്തനം. ക്രമസമാധാനം ഉറപ്പാക്കുന്നതിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹിൽ ഹമീദും പറഞ്ഞു. ബഹുമാനപ്പെട്ട കളക്ടർ അദ്ദേഹം പറഞ്ഞതുപോലെ സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, ഫ്ലൈയിങ് സ്ക്വാഡ് ടീം, വീഡിയോ സർവൈലൻസ് ടീം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പോലീസും മറ്റ് വകുപ്പുകളും സഹകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമുള്ള ഫേക്ക് ന്യൂസുകൾ, അതുപോലെ ഹെയ്റ്റ് സ്പീച്ച്, ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൃത്യമായിട്ട് അധികാരികളെ അറിയിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അത്തരം വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കണം. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കാൻ പോലീസ് സന്നദ്ധരാണ്. ആകെ 4,889 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിക്കുന്നത്. ജില്ലയിൽ എല്ലാ മേഖലകളിലും പോലീസ് പരിശോധനകൾ നടക്കുന്നുണ്ട്. ITBPയുടെ ഒരു കമ്പനിയെയും ജില്ലയിൽ വിന്യസിക്കും. തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സുനിത ജേക്കബും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.